ഇനി നമ്മൾ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. ആശാവർക്കർമാരുടെ സമരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 23ാം ദിവസം. ആശാവർക്കർമാർ ഇന്നലെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ആശമാരുടെ നീക്കം. ലഹരി വ്യാപനം തടയാൻ കൊച്ചിയിൽ ഇന്നും പോലീസിന്റെ പരിശോധന തുടരും. നഗരത്തിൽ വിപണനത്തിനായി ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധന. നഗരത്തിലേക്കുള്ള കഞ്ചാവിന്റെ ഒഴുക്ക് തടയാൻ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പരിശോധന. ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ബ്രഹ്മപുരം ചെറുതോട്ടുകുന്നിൽ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരും. പൊങ്കാല ഉത്സവത്തിന് നാളെ തുടക്കമാകും. പൊങ്കാല സമർപ്പണം ഈ മാസം 13-നാണ്. തെലങ്കാനയിൽ SLBC ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമം 11ാം ദിവസം. രക്ഷാപ്രവർത്തനത്തിന് റോബോട്ടിക് സഹായം തേടുന്നതും പരിഗണനയിലുണ്ട്. രക്ഷാപ്രവർത്തകരുടെ ജീവന് ഭീഷണിയാകും വിധം സാഹചര്യം ദുഷ്കരമായതിനാലാണ് നീക്കം. ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക കോടതി വിധിക്കെതിരെ സെബി മുൻ മേധാവി മാധവി ബുച്ചും മറ്റ് 5 പേരും സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോൾസ് റിഫൈനറീസ് എന്ന സ്ഥാപനത്തെ BSEയിൽ ലിസ്റ്റ് ചെയ്തതിനെതിരെ മാധ്യമപ്രവർത്തകനായ സപൻ ശ്രീവാസ്തവയാണ് പരാതി നൽകിയത്. UK, അയർലൻഡ് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഈ മാസം 9 വരെയാണ് സന്ദർശനം. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് അധിക താരിഫ് ഇന്നു മുതൽ നിലവിൽ വരും. എത്ര ശതമാനം താരിഫ് എന്നതിൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നുണ്ടാകും. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അതേ നാണയത്തിൽ നേരിടുമെന്ന് കാനഡയും മെക്സിക്കോയും നേരത്തെ വ്യക്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ 2:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. തോൽക്കുന്ന ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകും. നാളെ നടക്കുന്ന 2ാം സെമിയിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ നേരിടും. ലഹോറിലെ ഗദ്ദാഫിയിലാണ് മത്സരം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായി ഏറ്റുമുട്ടും. മറ്റ് മത്സരങ്ങളിൽ PSV ആഴ്സണലിനെയും ഡോട്ട്മുണ്ട് ലീലിനെയും നേരിടും. രഞ്ജി ട്രോഫിയിൽ ചരിത്ര നേട്ടം കൈവരിച്ച കേരള ക്രിക്കറ്റ് ടീമിനെ ഇന്ന് സംസ്ഥാന സർക്കാർ ആദരിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നാട്ടിൽ മടങ്ങിയെത്തിയ ടീമിന് ഇന്നലെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. ചാർട്ടേഡ് വിമാനത്തിൽ വിദർഭയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ടീമിന് ആരാധകരും ക്രിക്കറ്റ് അസോസിയേഷനും ആവേശകരമായ സ്വീകരണം.